എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 31, 32, 33 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. കാളകളുടെ, അതായത് ശ്രീകൃഷ്ണൻ നഗ്നജിത്തിനെ കാണാൻ വന്നു. നഗ്നജിത്ത് മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പ്രതിജ്ഞയെപ്പറ്റി പറഞ്ഞു. അതിൽ താൻ വളർത്തുന്നതായിട്ടുള്ള കാളകളെ പറ്റിയിട്ടുള്ള വർണ്ണനമാണ്. നമുക്ക് 31ാമത്തെ ശ്ലോകം നോക്കാം. തേഷാം നാസാപുടോത്സൃഷ്ടൈ ശൂത്കാരമരുദുർമിഭി ക്ഷിപ്താ കേചിത് പലായന്ത സ്രസ്താഭരണവാസസ. വളരെ രസകരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. നല്ല ഭംഗിയായിട്ട് കവി വർണ്ണിച്ചിട്ടുണ്ട്. നമുക്ക് പദച്ഛേദം പറയാം. തേഷാം നാസാപുടോത്സൃഷ്ടൈ ശൂത്കാരമരുദൂർമിഭി ക്ഷിപ്താഹ കേചിത് പലായന്ത സ്രസ്താഭരണവാസസ. ഇവിടെയും പദച്ഛേദമൊന്നും പറയാനില്ല, പദങ്ങളേ ഉള്ളൂ. നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം. തേഷാം എന്ന് വെച്ചാൽ ഇവിടെ കാളകളുടെ കാര്യമാണ് പറയണത്. രാജാക്കന്മാരൊക്കെ ഈ കാളകളെ കണ്ടിട്ട്, കാളകളുടെ ഓരോ നാട്യങ്ങളൊക്കെ കണ്ടിട്ട് വേണ്ടാന്ന് വെച്ച് പേടിച്ച് തിരിച്ചു പോരുകയാണ് പതിവ്. വേറെ ചില ആൾക്കാർ ചിലതും കൂടിയും കാണുന്നുണ്ടായി. അതാണ് പറയണത്. ആ കാളകളുടെ നാസാപുടോത്സൃഷ്ടൈ ശൂത്കാരമരുദൂർമിഭി. നാസാപുടം മൂക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായ, അതാണ് നാസാപുടോത്സൃഷ്ടൈ ശൂത്കാരമരുദൂർമിഭി. ശൂത്കാരം എന്ന് പറഞ്ഞാൽ ചീറ്റൽ. ഈ കാളകളുടെയൊക്കെ ഒരു ചീറ്റലുണ്ട്. നമ്മൾ ചിത്രത്തിലൊക്കെ കാണാറുണ്ട്. കാളകൾ ഇങ്ങനെ ചാടാൻ നിൽക്കുന്ന കാളകളുടെ, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് കുത്താൻ നിൽക്കുന്ന കാളകളുടെയൊക്കെ മൂക്കിൽ നിന്ന് വലിയൊരു പുകച്ചുരുൾ വീഴുന്നത് പോലെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. അതുതന്നെയാണ് ഇവിടെ ഒരു ചിത്രം വരച്ച് വച്ചിരിക്കുകയാണ്. കാളകളുടെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായ ശൂത്കാരം, ആ കഠിനമായിട്ടുള്ള ശ്വാസഗമനമാണ് കവി വർണ്ണിക്കുന്നത്. അത് ദേഷ്യത്തിൻ്റെ പ്രകടനമാണ്. അത് കാണുമ്പോൾ തന്നെ ശൂത്കാരമരുദൂർമിഭി നാസാപുടോത്സൃഷ്ടൈ, മൂക്കിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നതായ ശൂത്കാരം. ഷൂ എന്നുള്ളൊരു ശബ്ദം, കാറ്റ്, ശ്വാസത്തിൻ്റെ ശബ്ദമാണ്. ആ ശൂത്കാരമരുദൂർമിഭി, അതിൻ്റെ വലിയൊരു തരംഗം വന്ന് അടിക്കുമ്പോൾ തന്നെ ചില രാജാക്കന്മാർക്ക് എന്ത് സംഭവിക്കുന്നു? കേജിത് രാജാന ക്ഷിപ്താഹ. ആ ശ്വാസവേഗത്തിൻ്റെ ശക്തി കൊണ്ട് ചില രാജാക്കന്മാർ മറിഞ്ഞു വീഴാറുണ്ട്. അതാണ് ക്ഷിപ്താഹ. വേറെ ചിലരോ സ്രസ്താഭരണവാസസ, കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ, കഴുത്തിലും കയ്യിലും ഒക്കെ കിടക്കുന്ന ആഭരണങ്ങൾ ഊരിത്തെറിച്ച് പോകാറുണ്ട് ചിലർക്ക്. മറ്റു ചിലരുടെ വസ്ത്രങ്ങൾ ഊരിപ്പോവാറുണ്ട്. അങ്ങനെയൊക്കെ അവരെന്ത് ചെയ്യുന്നു? പലായന്ത, അവർ ഓടിപ്പോവുകയാണ് പതിവ്. അവർക്ക് അവിടെ ഒന്നും നിൽക്കാൻ തന്നെ പറ്റാറില്ല. ചില ആൾക്കാർ ഇത് കണ്ട് പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് വീഴാറുണ്ട്. മറ്റു ചില ആൾക്കാരുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു പോവാറുണ്ട്, ആഭരണങ്ങൾ ധരിച്ചു പോവാറുണ്ട്. അങ്ങനെ പലതും സംഭവിക്കാറുണ്ട്. ഒരൊറ്റ ആൾക്ക് ഇതുവരെ കാളകളുടെ അടുത്തേക്ക് പോകാൻ തന്നെ സാധിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് കവി വർണ്ണിക്കുന്നത്. അതുപോലെ നഗ്നജിത്തിൻ്റെ വാക്കുകളിലൂടെ ശിശുപാലനെ പോലെയുള്ളവർ കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയണത്. 32ാമത്തെ ശ്ലോകം നോക്കൂ. ശിശുപാലാദയ കേചിത് രാജാന ശൂരമാനിന ഗത്വാ തത്സവിധം ഭിന്നവക്ഷശീർഷ വിനിർയയു. ആദ്യം പദച്ഛേദം പറയാം. ശിശുപാലാദയ കേചിത് രാജാന ശൂരമാനിന ഗത്വാ തത്സവിധം ഭിന്നവക്ഷശീർഷാഹ വിനിർയയു. ഇവിടെയും പദച്ഛേദമൊന്നും പറയാനില്ല, വളരെ അല്പം മാത്രമേ ഉള്ളൂ. കേചിത് രാജാന എന്നുള്ള ദിക്കിലൊക്കെ ഉള്ളൂ. ഇനി ഇവിടെ ശിശുപാലനെ പോലെയുള്ളവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് കവി പറയാണ്. കേചിത്, ചില ശൂരമാനിന, ശൂരന്മാരാണ് എന്ന് സ്വയം കരുതുന്നവരായിട്ടുള്ള ശിശുപാലാദയ രാജാന, ശിശുപാലൻ മുതലായിട്ടുള്ള രാജാക്കന്മാർ. ആ രാജാക്കന്മാർ അവരെന്താ ചെയ്തത്? തത്സവിധം ഗത്വ, തത്സവിധം എന്ന് വെച്ചാൽ തേഷാം, ഈ കാളകളുടെ സമീപത്ത് പോയിട്ട് ഭിന്നവക്ഷശീർഷാഹ, ഭിന്നമായ വക്ഷസ്സുകളോടും ശീർഷങ്ങളോടും കൂടിയിട്ടുള്ള, അങ്ങനെ ആയിത്തീർന്നിട്ട്. ശിശുപാലനെ പറ്റിയിട്ടല്ല പറയണതെങ്കിലും മറ്റു രാജാക്കന്മാർ അല്ലെങ്കിൽ ശിശുപാലൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ കാളകളുടെ അടുത്ത് എത്തിയിട്ട് ഈ കാളകളുടെ ചവിട്ട് ഏറ്റിട്ട് അവർക്കൊക്കെ എന്താ സംഭവിക്കുന്നത്? ഭിന്നമായ, പിളർന്നതായ മാറിടങ്ങളോടും ശിരസ്സുകളോടും കൂടി അവരെന്തായി തീർന്നു? വിനിർയയു, ഒന്നുകിൽ മരിച്ചു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മുറിവേറ്റവരായിട്ട് അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇതുവരെ ഇവിടെ വന്നിട്ടുള്ള ഒരൊറ്റ രാജാക്കന്മാർക്കും ഈ കാളകളെ 7 എണ്ണത്തിനെയും പിടിച്ചു കെട്ടാൻ പറ്റിയിട്ടില്ല. അത് അങ്ങനെ ഒരു
പ്രതിജ്ഞ വെക്കേണ്ടിയിരുന്നില്ല എന്നുള്ള ചിന്ത കൂടി ഇപ്പോൾ നഗ്നജിത്തിൻ്റെ മനസ്സിൽ വരുന്നുണ്ടാവും. അതുകൊണ്ടൊക്കെ ആവും അത്രയ്ക്കധികം ശ്രീകൃഷ്ണനോട് തുറന്നു പറഞ്ഞത്. അനവധി വീരന്മാർ, വലിയ ഉത്സാഹശാലികളും വ്യായാമ മുറകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തന്മാരായിട്ടുള്ള പല രാജാക്കന്മാരും വന്നിട്ടും അവർക്കൊന്നും ഒരേ സമയം ഈ 7 കാളകളെ പിടിച്ചു കെട്ടാനും തിരിച്ച് ഗോഷ്ഠത്തിൽ കൊണ്ട് കെട്ടാനും ഒന്നും സാധിച്ചിട്ടില്ല. അത്രയ്ക്ക് ശക്തന്മാരാണ് ആ കാളകൾ. അവയുടെ കാലുകൊണ്ടുള്ള പ്രഹരങ്ങൾ, അവയുടെ മൂക്കിൽ നിന്നുള്ള ശ്വാസവായു ഒക്കെ ഏറ്റിട്ട് പലരും വീണു പോവുകയും മുറിവേൽക്കുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിൽ പറയാണ്. 33-ാമത്തെ ശ്ലോകം കൂടി നമുക്ക് നോക്കാം. അഭാഗ്യേതി സുതാൻ കേചിത് അബുദ്ധിരിതി മാംബരേ നിന്ദന്തോ നഗരാദസ്മാത് നിർജഗ്മുസ്ത്രപയാന്വിതാഃ. ആദ്യം പദച്ഛേദം പറയാം. അഭാഗ്യ ഇതി സുതാം കേചിത് അബുദ്ധി ഇതി മാം പരേ നിന്ദന്ത നഗരാത് അസ്മാത് നിർജഗ്മു ത്രപയാ അന്വിതാഃ. കേചിത് ചില രാജാക്കന്മാർ ഇവിടെ വന്ന് മത്സരബുദ്ധിയോട് കൂടിയിട്ട് കാളകളെ അഴിക്കാനും കെട്ടാനും ഒക്കെ നോക്കിയിട്ടുള്ള ചിലർ, അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെന്താ പറയണത്? അഭാഗ്യ ഇതി സുതാം നിന്ദന്ത. അഭാഗ്യ, ഇവള് ഭാഗ്യം കെട്ടവളാണ്. അതായത് ഞങ്ങളെപ്പോലെയുള്ള മിടുക്കന്മാരായിട്ടുള്ള ഉന്നത കുല വംശജാതരായിട്ടുള്ള രാജാക്കന്മാരെ വിവാഹം കഴിക്കാൻ പറ്റാതെ പോയതുകൊണ്ട് ഇവളൊക്കെ ഭാഗ്യം കെട്ടവളാണ് എന്ന് മുദ്ര കുത്തിയിട്ട്, അതാണ് അഭാഗ്യ ഇതി സുതാം നിന്ദന്ത, എൻ്റെ മകളെ നിന്ദിച്ചുകൊണ്ടും. അതുപോലെ തന്നെ അപരെ, വേറെ ഒരു കൂട്ടരെന്ത് പറയണു? അബുദ്ധിരിതി മാം നിന്ദന്ത. നിന്ദന്ത എന്നുള്ളത് കൂട്ടി വായിക്കണം. അബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവൻ. എന്ന ബുദ്ധി യസ്യസ അബുദ്ധി, ഒരു വെളിവും വിവേകവും ഇല്ലാത്തവൻ. ഇങ്ങനെ ആരെങ്കിലും ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞ ഉണ്ടാക്കുമോ? ഇത്രയും വലിയൊരു പ്രതിജ്ഞ ഈ കഠിനന്മാരായിട്ടുള്ള കാളകളെ നിയന്ത്രിച്ച് കെട്ടുന്നവന് മാത്രമേ സുന്ദരിയായിട്ടുള്ള മിടുക്കിയായിട്ടുള്ള തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് ആരെങ്കിലും പറയോ എന്നുള്ള രീതിയിൽ അതാണ് നിന്ദന്ത. അങ്ങനെയും നിന്ദിച്ചുകൊണ്ട് അവരെ മറ്റൊരു കൂട്ടര് എങ്ങനെയാണ്? അബുദ്ധി, ഒട്ടും ബുദ്ധിയില്ലാത്തവൻ, ഒരു വിവേകവുമില്ലാത്തവൻ എന്നുള്ള രീതിയിൽ എന്നെ നിന്ദിച്ചുകൊണ്ടും. ശരിക്കും അവരെന്തുകൊണ്ടാണ് അവിടെ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന്, ആ നഗരത്തിൽ നിന്ന് പോകണത്? ത്രപയാന്വിതാഹ, നാണക്കേട് കൊണ്ടാണ് പോണത്. ത്രപയാ, മോശമായിട്ട് അവിടെ നിന്ന് ചെയ്യാൻ എന്താണോ ഉദ്ദേശിച്ച് വന്നത് അത് വേണ്ടതുപോലെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നാണക്കേട് സംഭവിച്ചു. അപ്പോൾ നാണക്കേട് സംഭവിച്ചത് കൊണ്ട് പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയുക എന്നുള്ളതാണല്ലോ ഏറ്റവും എളുപ്പം. അങ്ങനെ രാജാക്കന്മാരൊക്കെ മകളെയും കുറ്റം പറഞ്ഞു, എന്നെയും വേണ്ടുവോളം കുറ്റം പറഞ്ഞു. എന്നിട്ട് നാണിച്ച് കൊട്ടാരത്തിൽ നിന്നും പോവുകയാണ് ചെയ്തത്. അസ്മാത് നഗരാത് നിർജഗ്മു, ഈ കൊട്ടാരത്തിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അവസരത്തിൽ ഞാൻ വല്ലാത്തൊരു മാനസിക വ്യഥയിലാണ്. ഇത്രയും വലിയൊരു കണ്ടീഷൻ, ഇത്രയും വലിയൊരു കരാറ് വെക്കേണ്ടിയിരുന്നില്ല. സുന്ദരിയായിട്ടുള്ള മിടുക്കിയായിട്ടുള്ള തൻ്റെ മകളെ ഈ വന്ന രാജാക്കന്മാരിൽ ആരെങ്കിലുമൊക്കെ വിവാഹം കഴിച്ചു കൊണ്ടുപോയേനെ. അവരൊന്നും ക്രൂരന്മാരായിട്ടല്ല, പക്ഷേ ഈ കഠിനന്മാരായിട്ടുള്ള കാളകളെ നിയന്ത്രിക്കാൻ പറ്റാത്തവരാണ്. അതുകൊണ്ട് ചെയ്തത് അബദ്ധമായി പോയോ എന്നുള്ള ഒരു ആശങ്ക കൂടി രാജാവിനുണ്ട് എന്നുള്ളത് ഈ വരി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ വന്ന രാജാക്കന്മാരൊക്കെ എല്ലാവരും എന്നല്ല, ചിലരൊക്കെ ഇങ്ങനെ കുട്ടിയെ നിന്ദിച്ചു പറഞ്ഞു, തന്നെ നിന്ദിച്ചു പറഞ്ഞു. അതൊക്കെ വിഷമമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടിക്ക് ഭാഗ്യമില്ല, ഭാഗ്യം കെട്ടവളാണ് മകളെന്നൊക്കെ പറയുമ്പോൾ ഏതൊരച്ഛനും ഒരു മനസ്സിലൊരു വ്യഥ ഉണ്ടാവുമല്ലോ. അതൊക്കെ കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് താൻ എന്നുള്ളത് കൂടി ഭഗവാനെ, ശ്രീകൃഷ്ണനെ നഗ്നജിത്ത് അറിയിക്കുകയാണ് ചെയ്തത്. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോണത് എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ഈ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. തേഷാം നാസാപുടോത്സൃഷ്ടൈഃ ശൂത്കാരമരുദൂർമിഭിഃ ക്ഷിപ്താ കേചിത് പലായന്തഃ സ്രസ്താഭരണവാസസഃ ശിശുപാലാദയഃ കേചിത് രാജാനഃ ശൂരമാനിനഃ ഗത്വാ തത്സവിധം ഭിന്നവക്ഷശീർഷാ വിനിർയയുഃ അഭാഗ്യേതി സുതാം കേചിത് അബുദ്ധിരിതി മാംബരേ നിന്ദന്തോ നഗരാദസ്മാത് നിർജഗ്മുസ്ത്രപയാന്വിതാഃ. അങ്ങനെ രാജാക്കന്മാർ വന്നവരാരും കാളകളെ പിടിച്ചു കെട്ടാൻ പറ്റാതെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇനി ആരാണ് വരിക, തൻ്റെ മകളെ ആരാണ് വിവാഹം കഴിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയോട് കൂടി ഇരിക്കുകയാണ്. പല സമയത്തും പ്രതീക്ഷ അസ്തമിച്ചു പോയിട്ടുണ്ട്. എന്നാലും
ആരെങ്കിലും ഒരു യോഗ്യനായിട്ടുള്ള രാജാവ് വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് രാജാവ്. ഈ നഗരത്തിൽ നിന്ന് ഓടിപ്പോയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു വരുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. അത് കേട്ടിട്ട് പലരും വരാതെയാവുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ചെറിയ വ്യഥകളുണ്ട് മനസ്സിൽ. അതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.